മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുമുണ്ട്. അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, പ്രത്യാഘാതം എന്ന് പറയുന്നത് അതിഗുരുതരമായിരിക്കും. അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കും. പറയേണ്ടതായി വരും. നീ പാവാട ആണുങ്ങളെ കണ്ടായിരിക്കും വളർന്നത്. നീ പറയുന്ന ഊച്ചാളി ഭീഷണിക്ക് മുമ്പിലെ അവര് പോവുമായിരിക്കും. നല്ല രീതിയിൽ പ്രതികരിക്കുന്ന നട്ടലുള്ള ആണുങ്ങളെ നീ കണ്ടിട്ടില്ല. അതിന്റെയാണ് ഈ നെകളിപ്പ്. എന്തെങ്കിലും ഒരു സാധനം നീ തെളിവുണ്ടെങ്കിൽ പറ. ധൈര്യം ഉണ്ടെങ്കിൽ പറ. നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ പറ, കാണാം. ഇനി ഓർത്തു വെച്ചോ, ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിന്റെ പുറകെ നടന്ന് നിന്നെ ജയിലിലാക്കും ഞാൻ. മറക്കരുത്, നീ ജയിലിൽ പോകും. ഉറപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി. CPM സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ മാറും. എല്ലാ കാലത്തും ഒന്നും രക്ഷിക്കില്ല. അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിയും ഒക്കെ ഉണ്ട്. നീ ഏതെങ്കിലും ഒരു ആണിനെതിരെ ഒരു കള്ളപ്പരാതി പറയുകയാണെങ്കിൽ നിന്നെ ജയിലിലാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകും. ഓർത്തു വെച്ചു.